സ്പോട്ട് എന്ന് പറയുന്നത് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്, ഇല്ലെന്നും പറയപ്പെടുന്നുണ്ട്. എൻ്റെ അഭിപ്രായം അതായത് ജി സ്പോട്ട് ആംപ്ലിഫിക്കേഷൻ ഉണ്ടോ? ഇപ്പോൾ ജി സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയസ് ഇൻഡിവിജ്വൽസ്. ഞാനിപ്പോൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഓരോരുത്തർക്കും ഓരോ സ്ഥലമായിരിക്കും, ഓരോ സ്പോട്ടിലായിരിക്കും. അതെ, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ട്രക്ചറൽ അനാട്ടമി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ടെക്നിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഇസ് ഇൻ ദി ആൻറ്റീരിയർ 1/3. ഇൻട്രോയിറ്റസിന്ന് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് ആൻറ്റീരിയർ 1/3 ജി സ്പോട്ട് ഉണ്ടാവേണ്ടത്. പക്ഷെ ഞാനത് ഓരോരുത്തർക്ക് നോക്കും. അതായത് ഞാൻ PV ചെയ്യുമ്പോൾ തന്നെ എവിടെയാണോ ഏറ്റവും കൂടുതൽ സെൻസേഷൻ ഉണ്ടാകുന്നതെന്ന് ഞാൻ ചോദിക്കും അവരോട്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിക്കും. അവിടെയാണ് ഞാനിത് ഈ അങ്ങനെ നോക്കിയപ്പം ഏകദേശം എല്ലാവർക്കും ഒരേ സ്പോട്ടാണോ അതോ വ്യത്യാസമാണോ? ചെറിയ വ്യത്യാസം, മൈന്യൂട്ട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാനിത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇത് ഹൈലറോണിക് ആസിഡാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ടൈം പെനട്രേഷൻ സമയത്ത് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ പ്ലഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജി സ്പോട്ട് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ജി ഷോട്ട് എന്ന് പറയും. ഇത് PRP അല്ല. PRP നമ്മൾ കൊടുക്കാറുണ്ട് വജൈനൽ മ്യൂക്കോസയിൽ ഓൾ അറൗണ്ട് ആയിട്ട് കൊടുക്കാറുണ്ട്. അത് വന്നിട്ട് വജൈനൽ മ്യൂക്കോസയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ ലൂബ്രിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മൊത്തത്തിൽ ഓവറോൾ വജൈനൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനാണ് PRP ഇഞ്ചെക്ട് ചെയ്യുന്നത് നമ്മൾ. അതും ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്യുന്ന എല്ലാ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒരു ആസ്പെക്ട് വി ക്യാൻ ഡു ഇറ്റ് ദെയർ ഓൾസോ. അല്ല അവിടെ ചെയ്യാൻ പാടില്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല. ഈ മീസോതെറാപ്പി ആയാലും എന്തെന്നായാലും ഫില്ലേഴ്സ് ആണെങ്കിലും ത്രെഡ്സ് ആണെങ്കിലും ലൈക്ക് മുഖത്ത് നമ്മുടെ സ്കിൻ സാഗിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മുഖത്തിടുന്ന പീഡിയോ ത്രെഡ്സും വി ക്യാൻ യൂസ്. ലേബിയിൽ ചെയ്യാൻ പറ്റും. സ്കിൻ സാഗിങ്ങിന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ പുട്ട് കോക്ക് ത്രെഡ്സ്. അപ്പോൾ എല്ലാം നമുക്ക് അവിടെ, ബിക്കോസ് അവിടെയും സ്കിൻ തന്നെയാണ്, അത്രയേ ഉള്ളൂ. അവിടെയും കാണാത്ത ഏരിയ എന്ന് പറഞ്ഞ് അത് നോക്കാതെ ഇരിക്കേണ്ട. അത് ടാബുമായിട്ടും വെക്കണ്ട. അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വേറെ എന്തോ പ്രശ്നം ഉണ്ടാവും. ഭയങ്കര പേടിയും ഉണ്ട് ആൾക്കാർക്ക്. അയ്യോ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും